ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച കേപ്പ് വെർദെയെ ഇന്ത്യയിൽ സൗഹൃദ മത്സരത്തിനെത്തിക്കാൻ ശ്രമം. കേപ്പ് വെർദെ ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തുന്ന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. സെപ്റ്റംബർ 30-നും ഒക്ടോബർ 6-നും ഇടയിൽ സൗഹൃദ മത്സരം നടക്കാനാണ് സാധ്യത. ഒക്ടോബർ 3-ന് കൊൽക്കത്തയിൽ വെച്ച് ഇന്ത്യയും ബ്രസീലും തമ്മിൽ വമ്പൻ മത്സരം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിന് തൊട്ടു മുൻപോ ശേഷമോ ആയിരിക്കും കേപ്പ് വെർദെയുമായുള്ള കളി. എന്തെങ്കിലും കാരണവശാൽ കേപ്പ് വെർദെ എത്തിയില്ലെങ്കിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും AIFF ആലോചിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ കേപ്പ് വെർദെയ്ക്കാണ് മുൻഗണന. കിരൺ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. കിരൺ, മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്കിടയിലേക്ക് ഇപ്പോഴിതാ കേപ്പ് വെർദെ ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചു പറയുന്നു, അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ആ തരത്തിലേക്കുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. കേപ്പ് വെർദെ ടീമിനെ നമുക്കറിയാം, ഇതിനു മുമ്പ് ഈ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പ് കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പോലും അപൂർവം ചിലർ മാത്രമാണ് കേട്ടിരുന്നത്. പക്ഷേ ഈ ലോകകപ്പിലെ ഏറ്റവും മിന്നും താരമായി മാറിയ രാജ്യമാണ് കേപ്പ് വെർദെ. ആദ്യമായിട്ടാണ് 5 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമുള്ള ഒരു ദ്വീപ സമൂഹമാണ് കേപ്പ് വെർദെ. ആഫ്രിക്കയിലെ ഒരു ദ്വീപ സമൂഹം. ആ ദ്വീപ സമൂഹത്തിൽ നിന്ന് ഒരു ടീം ആദ്യമായി വേൾഡ് കപ്പിനെത്തുന്നു. വേൾഡ് കപ്പിനെത്തിയിട്ട് അവർ ആകെ വേൾഡ് കപ്പിനെത്തിയപ്പോൾ ഒരേ ഒരു ടീമിനോട് മാത്രമാണ് പരാജയപ്പെട്ടത്. അതും റൗണ്ട് 32-ൽ അർജന്റീനയോട്, റണ്ണറപ്പായ അർജന്റീനയോട് മാത്രമാണ് പരാജയപ്പെട്ടത്. ആദ്യ കളിയിൽ തന്നെ ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ അവർ സമനിലയിൽ തളച്ചു എന്നുള്ളതാണ്. സ്പെയിൻ ഈ വേൾഡ് കപ്പ് നേടിയ സ്പെയിൻ ഈ വേൾഡ് കപ്പിൽ ഒരേ ഒരു ടീമിനോട് മാത്രമേ ജയിക്കാൻ കഴിയാതെ പോയിട്ടുള്ളൂ. അത് കേപ്പ് വെർദെ എന്ന് പറയുന്ന ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന ആ ടീമിനോടാണ്. കേപ്പ് വെർദെയുടെ ക്യാപ്റ്റൻ 40-കാരനായ ഒസിഞ്ഞോയ്ക്കൊക്കെ ലോകത്താകമാനം വളരെ വേഗത്തിലാണ് ആരാധകർ കുമിഞ്ഞുകൂടിയത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഏതാനും ആയിരങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം പേജ് മില്യണുകളിലേക്ക് ഫോളോവേഴ്സ് നിരന്നതൊക്കെ ഏതാനും മണിക്കൂറുകൾ, ദിവസങ്ങൾ കൊണ്ടാണ്. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീം, ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് കേപ്പ് വെർദെ ആയിരുന്നു. ഇങ്ങനെ ഒരു ഇത്തിരി കുഞ്ഞൻ രാജ്യത്തിന് ലോകകപ്പിൽ വന്നിട്ട് ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു? ഓരോ രാജ്യക്കാരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനസംഖ്യയുള്ള രാജ്യങ്ങൾക്കൊന്നും കഴിയാത്തത് അവർ ഒരു ഇത്തിരി കുഞ്ഞൻ രാജ്യം സാധ്യമാക്കി എന്നുള്ളതാണ്. ആ തരത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആ രാജ്യം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചില ചർച്ചകൾ നടക്കുന്നു എന്നതിനാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരണം നൽകുന്നത്. അവർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 30-നും ഒക്ടോബർ 6-നും ഇടയിൽ ഇന്ത്യയിൽ ഇവർ എത്തുമെന്നാണ്. ഈ ദിവസത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ഒക്ടോബർ 3-നാണ് കൊൽക്കത്തയിൽ ബ്രസീലും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദ മത്സരം നടക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമായ ബ്രസീൽ കൽക്കത്തയിലെത്തുന്നു. അത് നേരത്തെ തന്നെ അതിൽ കൺഫർമേഷൻ വന്നതാണ്. കൽക്കത്തയിൽ ടീം എത്തുകയും അവരുടെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. അപ്പോഴാണ് ഒരു അധിക ബോണസ് എന്ന നിലയ്ക്ക് കേപ്പ് വെർദെ കൂടി എത്താനുള്ള സാധ്യത തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ചില ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ അവർ എത്തുകയാണെങ്കിൽ സെപ്റ്റംബർ 30, ഒക്ടോബർ 6 എന്നുള്ള തീയതികളാണ്. ഇപ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ അവരെ കേരളത്തിലേക്ക് സ്വാഭാവികമായും എത്തിക്കാനുള്ള ചില പരിശ്രമങ്ങൾ അനൗദ്യോഗികമായി കേരളവും തുടങ്ങിയിട്ടുണ്ട്. അതിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ ഈ ഒരു ടീം ഇവിടെ എത്തും എന്നതിന് കൺഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള ചില ചർച്ചകൾ, ധാരണകളൊക്കെ നടക്കുന്നു. നമ്മളിത് ആവർത്തിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്ന മട്ടിലൊക്കെ വാർത്തകൾ വന്നിരുന്നത്, ഉറപ്പായി എന്ന മട്ടിൽ വാർത്തകൾ വന്നിരുന്നത്. അതിനു മുമ്പ് നെയ്മർ കേരളത്തിൽ ചികിത്സയ്ക്ക് എത്തുന്ന മട്ടിലൊക്കെ അങ്ങനെ വ്യാജ വാർത്തകൾ നിരവധി വന്നതുകൊണ്ടും അതിൻ്റെ പേരിൽ വലിയ തട്ടിപ്പുകളൊക്കെ നടന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിരീകരണം ലോകത്ത് ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് നേരിട്ട് സ്ഥിരീകരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് നേരിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെയാണ് ആശ്രയിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. PTIയും അങ്ങനെ ചർച്ച നടക്കുന്നതായി സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ നൽകുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത്തരം ഒരു സ്ഥിരീകരണമുണ്ട്. എന്തായാലും ഫുട്ബോൾ ആരാധകർക്ക് ആ വാർത്ത തന്നെ, അവർ എത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്ത തന്നെ വലിയ ആവേശം നൽകുന്നതാണ്. കാരണം വലിയ പ്രചോദനമാണ്. ഈ ലോകത്തെവിടെയുമുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഇത്രത്തോളം പ്രചോദനം, ഈ വേൾഡ് കപ്പിൽ ഇത്രത്തോളം പ്രചോദനം നൽകിയ മറ്റൊരു രാജ്യവും ഉണ്ടാവില്ല. കാരണം 5 ലക്ഷത്തിൽ താഴെ അംഗങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം. അവർ ഇൻസ്റ്റഗ്രാമിൽ പരസ്യം നൽകിയാണ് ഈ ടീമിൽ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആ രാജ്യത്തെ ചെറുപ്പക്കാരൊക്കെ മിക്കവാറും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരാണ്. അല്ലാതെ ആ രാജ്യത്ത് തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ സാഹചര്യമൊന്നും ആ രാജ്യത്തില്ല. വളരെ പരിമിതമായ വിഭവങ്ങൾ മാത്രമുള്ള 10ഓളം അഗ്നിപർവ്വതങ്ങളുള്ള, അല്ലെങ്കിൽ ചുറ്റും കടൽ, ഒരു വശത്ത് അഗ്നിപർവ്വതങ്ങളുടെ ഭീഷണി, മറുവശത്ത് കടൽ, അങ്ങനെ വെള്ളത്തിനും തേയ്ക്കും നടുവിൽ അരക്ഷിതരായി ജീവിക്കുന്ന വളരെ ദരിദ്രമായ ഒരു രാജ്യം. ആ രാജ്യത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ
ഒരു വാശി, അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ലോകത്തെ വമ്പന്മാർ, ലോകകപ്പ് നേടിയ സ്പെയിൻ അടക്കം അവർക്ക് മുന്നിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകകപ്പിൽ ഒരേ ഒരു രാജ്യത്തിന് ചർച്ചകൾ മാത്രമേ നടക്കുന്നു, ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആർ കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.